പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്കൊരു ദിവസം കൂടി ദാനമായി തന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാനം എന്നല്ലാണ്ട് നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? നാം ഈ ലോകത്തിലൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോവുകയില്ല. എന്നാൽ നമ്മുടെ കൂടെ വരുന്ന ഒന്നുണ്ട്, അത് നമ്മുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ അറിയുന്ന ജനം അല്ല, കർത്താവ് സ്നേഹിച്ച് കർത്താവിനായി വിളിച്ച് വേർപെടുത്തപ്പെട്ട ജനം എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് എത്ര നല്ലതാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം നമ്മൾ ആ കർത്താവിനെ അറിയുന്നതിൽ നമ്മൾ ഉത്സുകരായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ടവനെ, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് 1 കൊരിന്ത്യർ 2:2 പൗലോസ് കൊരിന്ത് ലേഖനസഭയോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയുക എന്നുള്ളതാണ്. കർത്താവിനെ അറിയും തോറും നമുക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിക്കും. എത്ര നല്ല കാര്യമാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചാൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജനം, ക്രിസ്ത്യാനികൾ, ദൈവം അവരിൽ നിന്നും ആഗ്രഹിക്കുന്ന, അല്ല അവർ കാണേണ്ട 7 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം നിങ്ങൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ പുതുമനുഷ്യനിൽ കാണേണ്ട 7 ഗുണങ്ങളിൽ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന്, നമ്മൾ സത്യം സംസാരിക്കണം. നമ്മൾ എഫേസ്യർ 4:25 വായിക്കുകയുണ്ടായി. 2, നമ്മൾ പാപം ചെയ്യാതിരിക്കുവിൻ, നമ്മളോടുള്ള കൽപ്പനയാണ്. അത് 4:26 നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 3, പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ പിശാചിനിടം കൊടുക്കരുത് എന്ന് നമ്മൾ എഫേസ്യർ 4:27 കാണുകയുണ്ടായി. 4, കള്ളൻ ഇനി കക്കരുത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് മുൻപുള്ള പാവപ്രവൃത്തികളിലേക്ക് പോയിട്ട് വീണ്ടും നാം അതിന് അടിമയായി തീരരുത് എന്ന കാര്യം നമ്മൾ അതിൻ്റെ 28-ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ 5ാമത് കണ്ടത്, നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. എഫേസ്യർ 4:29. അതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 6ാമത്തെ കാര്യമാണ് ചിന്തിക്കുന്നത്. വളരെ വിലപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ക്രിസ്തുവിലായ ദൈവമക്കളായ നമ്മൾ വളരെ ഗൗരവം കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ 30ാം വാക്യമാണ്. എഫേസ്യർ 4:30 ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എത്ര വലിയൊരു ഇതാ! നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനെ ഒരു ശക്തിയായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമായിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കാൻ പാടില്ല. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലെ ഒരു കാര്യം ഏശയ്യാ പ്രവചനം 63:10 വായിക്കുന്നുണ്ട്. ഏശയ്യാ 63:10 അവിടെ വായിക്കുന്നത് ഞാൻ വായിക്കാം. ഏശയ്യാ 63:10 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. നോക്കുക, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. എത്ര ദുഃഖകരമായൊരു അനുഭവമല്ലേ? നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി മാറി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാറുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് അനേകർക്കും നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും. നമ്മൾ റോമർ 8:16 റോമിയോ 8:16 അവിടെ വായിക്കുന്നത്, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നാം ദൈവമക്കളാകുന്നു. അപ്പം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഈ വാക്കുകളെ കേൾക്കുവാനായിട്ട് കഴിയണം. ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവം തൻ്റേതാണ്. മുദ്ര എന്നുള്ളത് എൻ്റെ ഉടമസ്ഥാവകാശമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ദൈവം എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇസ്രായേൽ ജനം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ അവന് ശത്രുവായി തീർന്നു. നോക്കുക, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. അവരുടെ ആ യാത്രാ വിവരണം ചെറുതായിട്ടെങ്കിലും പൗലോസ്ലീഹ കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് നമ്മളോടുള്ള ബന്ധത്തിലും വളരെ ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. നമുക്കതൊന്നും ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യം. 1 Corinthians chapter 10 verse 5-11. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വായിക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പം അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇവിടെ പൗലോസ് പറയുന്നത്, അവരെന്തായിത്തീർന്നു? അവർ ദുർമോഹികളായി തീർന്നു. നിങ്ങൾക്ക് സംഭവമൊക്കെ ഓർമ്മയുണ്ടാകും. അവർക്ക് മന്ന മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇറച്ചിയും വേണം എന്നും പറഞ്ഞുകൊണ്ട് അവർ മത്സരിച്ചു. അവർ വലിയ ബഹളം വെച്ചു. നോക്കുക, ദുർമോഹികളായി. അതുകൊണ്ട് അവരിൽ അനേകർ മരിക്കുവാനിടയായി. വീണ്ടും മുമ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. കണ്ടോ, അവർ വിഗ്രഹത്തെ ആരാധിച്ചു. അവരെ വിടുവിച്ച ദൈവത്തെ മറന്ന് അവർ മിസ്രൈമിലെ ദേവനായിരുന്ന ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനു മുമ്പിൽ അവർ കളിച്ച് നൃത്തം ചെയ്തു. വിളിക്കുന്നത് എന്തുവാ? യഹോവ. കാളക്കുട്ടിയൊന്നും വിളിച്ചില്ല, യഹോവയ്ക്കൊരു ഉത്സവം ആചരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. നോക്കുക, ദൈവഹൃദയത്തിന് എന്തുമാത്രം ദുഃഖമുണ്ടായിരിക്കും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ അവർ നൃത്തം ചെയ്യുകയാണ്. ദൈവത്തെ അവർ ദുഃഖിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച രണ്ടാമത്തെ സംഭവമാണ് വിഗ്രഹാരാധന. ഒന്നാമത്തത് ദുർമോഹം, രണ്ടാമത്തത് വിഗ്രഹാരാധന. വീണ്ടും നമ്മൾ മൂന്നാമതോടെ വായിക്കുന്നത്, അവരിൽ ചിലർ പരസംഗം ചെയ്തു. ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ഈ സംഭവം നമുക്കറിയാം. ബിലിയാം വന്ന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത പ്രകാരം മോവാബിലായ ചെറുപ്പക്കാരായ കന്യകമാർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കടന്ന് അവരെ മോഹിപ്പിച്ച് അവരുമായിട്ട് അവർ പരസംഗം ചെയ്തു. നോക്കുക, അതിൻ്റെ ഫലമായി എത്രയോ പേർ മരിക്കുവാനിടയായി. സംഭവങ്ങൾ നോക്കണേ. അവർ പരസംഗം ചെയ്തു. അതായിരുന്നു മൂന്നാമത്തെ കുറ്റം. നാലാമത് അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഉണ്ടോ? അപ്പോൾ ഈ പരീക്ഷ, അല്ലെങ്കിൽ ഇത് മുഖാന്തരം മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തുന്നതൊക്കെ സംഭവം നിങ്ങൾക്കറിയാം. എന്നാൽ ഈ സർപ്പദംശനത്താൽ അനേകർ മരിക്കുവാനിടയായിത്തീർന്നു. നോക്കുക, അപ്പോൾ ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. വീണ്ടും അഞ്ചാമത് അവർ കാണിച്ച ഒരു വലിയ ഒരു തെറ്റ്, അവരിൽ ചിലർ പിറുപിറുത്ത് സമകാര്യ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. പിറുപിറുക്കരുത്. ദൈവമക്കളുടെ ഇടയിൽ
പിറുപിറുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ സാധിക്കാതെ വരുമ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങും. ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് പിറുപിറുപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 പാപങ്ങൾ അവർ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. 5 കാര്യങ്ങളെ പൗലോസ് എടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിച്ചു, പിന്നെ അവർ പിറുപിറുത്തു. ഇങ്ങനെ 5 കൂട്ട പാപങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ചിന്തിക്കുക. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും ആസന്നമായിരിക്കുന്ന ആ സമയത്ത് ജീവിക്കുന്നവരായ നമുക്ക് ഇത് വലിയൊരു ബുദ്ധി ഉപദേശമാണ്. നമുക്കറിയാം, തിരുവെഴുത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതി തന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. നമ്മൾ റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 15:4, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ, എത്ര നല്ല കാര്യമാണ്. നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം എത്രമാത്രം വേർപെട്ട് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതിലെല്ലാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് പ്രത്യാശയിൽ ശക്തരായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വന്നു ഭവിക്കാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുക. നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിസ്സാരമായി കാണാൻ പാടില്ല. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം ചില അരുതുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ എഫെസ്യർ വായിച്ചെന്താണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അരുത്, അല്ലേ? നമ്മൾ 4-ാം അധ്യായം അതിന് 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കാരണം അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തുവാൻ പാടില്ല. നാം വളരെ ആ കാര്യത്തിൽ ഗൗരവമുള്ളവരായിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ ഒരല്പമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവിനോട് അരുത് എന്ന് പറയുന്ന ഒരു 5 കൂട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമ്മളിവിടെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനങ്ങളുടെ 5 കൂട്ട പാപങ്ങളെക്കുറിച്ചാണല്ലോ പൗലോസ് രേഖപ്പെടുത്തിയത്. അതുപോലെ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ, വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ 5 അരുതുകളുണ്ട്. അങ്ങനെ കടക്കരുത് എന്ന് പറഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ അത് ശിക്ഷയാണ്, അത് തെറ്റാ, പാപമാണ്. അങ്ങനെയുള്ള 5 കാര്യങ്ങളെ ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ വ്യാജം കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജം കാണിക്കരുത്. വ്യാജം കാണിച്ചാൽ, അപ്പോൾ ദൈവമക്കൾ വ്യാജം കാണിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം, സഭയുടെ ആരംഭ സമയത്തുണ്ടായ സംഭവം, അനന്യ സഫീറമാർ അവരെന്ത് ചെയ്തു? വ്യാജം കാണിച്ചു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 5:3. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോൾ ഇവിടെ അനന്യാസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നേ? വ്യാജം കാണിച്ചു. നോക്കുക ദൈവമക്കളെ, വ്യാജം കാണിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നേരെ അവർ വ്യാജം പറഞ്ഞു, അവർ കള്ളം പറഞ്ഞു. നോക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ എന്ത് ചെയ്തു?
ദുഃഖിപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെന്ത് ചെയ്തു? വ്യാജം കാണിച്ചു. നമ്മൾ ഏശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. ഏശയ്യാവ് 44:20, ഏശയ്യാ 44:20. അവർ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവരുടെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. തൻ്റെ വലം കൈയിൽ പോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. കണ്ടോ? അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്? അവർ ഈ വ്യാജത്തിലൂടെ അവരെന്ത് ചെയ്തു? അവരെ തന്നെ തെറ്റിച്ചു, അവരെ തന്നെ നശിപ്പിച്ചു. നോക്കുക, ഇവിടെ അനന്യാസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. നോക്കുക, അവൻ്റെ ഹൃദയം പിശാച് കീഴടക്കി. അപ്പോൾ ഇവിടെ പറയുന്നത് വ്യാജം പാടില്ല. അതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അവന് മരണം സംഭവിച്ചു. നമ്മളിന്നും പല വിശുദ്ധന്മാരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? വ്യാജം കാണിക്കുന്നു. അവരെ തന്നെ അവർ വലിയ ഭക്തരായിട്ട് കാണിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ വ്യാജം കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് വ്യാജം. രണ്ടാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തന്നെ ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഇവർ ഈ രീതിയിൽ പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. അതേ അപ്പോസ്തലപ്രവൃത്തി 5:9, Acts chapter 5 verse 9 അവിടെ വായിക്കുന്നത്, പത്രോസ് അവരോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? കണ്ടോ? അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നു. ആ ദൈവത്തെ നാം ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല. ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. വളരെ ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചു. സബീറയും ഉടനെ തന്നെ വീണു, അവളുടെ പ്രാണനും പോയി. ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പോൾ ഇവിടെ നമുക്കുള്ള 1, വ്യാജം കാണിക്കരുത്. 2, പരീക്ഷിക്കരുത്. 3, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യത്തിൽ സ്തെഫാനോസിനോട് ജനം മറുത്തു നിന്നതിനെ കുറിച്ചാണ്. പിന്നെ ആക്ട്സ് ചാപ്റ്റർ 7:51 അവിടെ വായിക്കുന്നത്, സ്തെഫാനോസ് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് ആത്മനിറവിൽ പ്രഘോഷിക്കുമ്പോൾ അവിടെ ജനങ്ങൾ എന്ത് ചെയ്തു? 7-ാം അധ്യായം 51-ാം വാക്യം ഞാൻ വായിക്കാം. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ മുൻപിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അവരതിന് തയ്യാറായില്ല. അവരതിനോട് മറുത്തു നില്ലുന്നു. എത്ര ദുഃഖകരമായ കാര്യമാണ്. ഇന്നും അനേകരും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമായിട്ട് അറിയാമെങ്കിൽ തന്നെയും അതനുസരിക്കുവാനുള്ള ഒരു ഉത്സാഹമില്ല. അനുസരണത്തിൻ്റെ നേരെ എതിരാണല്ലോ മറുതലിപ്പ്. പ്രിയമുള്ളവരെ, നമ്മൾ മറുതലിക്കുന്നത് ദൈവത്തിനെതിരെയാണ്, പരിശുദ്ധാത്മാവിനെതിരെയാണ്. അത് പാപമാണ്. കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് കേട്ടനുസരിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. അപ്പം അനുസരിക്കുന്നത് യാഗത്തെക്കാളും ദൈവത്തിന് ശ്രേഷ്ഠമാണ്. നമ്മൾ 1 ശമൂവേൽ 15:22 വായിക്കുന്നുണ്ട്. അനുസരണമല്ല അനുഗ്രഹത്തിന് നിദാനം. പ്രിയമുള്ളവരെ, ഇവിടെ ഇവർ എന്ത് ചെയ്തു? അവർ മറുത്തു നിന്നു. അവർ ആ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ തയ്യാറായില്ല. അതുകൊണ്ട് സ്തെഫാനോസ് ആ പ്രസംഗത്തിൽ പറയുക. അതിൻ്റെ ഫലമായിട്ട് സ്തെഫാനോസിന് കിട്ടിയത് നമുക്കറിയാം. അവരെല്ലാവരോടും പല്ല് കടിച്ച് കല്ലെറിഞ്ഞ് കൊന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ആത്മനിറവുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. ഏത് പ്രതികൂലം വന്നാലും അവിടെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സാക്ഷിക്കുവാൻ നമ്മൾ ഉത്സുകരായിരിക്കും. ഇവിടെ ഈ മറുതലിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ശക്തമായി കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട്
കല്ലേറുകൊണ്ട് താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനിടയായിത്തീരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. അപ്പോൾ നാലാമത്തെ കാര്യം, നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് Hebrew chapter 10 verse 29. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. നോക്കുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ. അപ്പോൾ ഇവിടെ അനേകർ അവരെ സത്യമാർഗം അറിഞ്ഞിട്ടും വീണ്ടും പാപവഴികളിലേക്ക് തിരിയുന്ന ആ ഹീനമായ ദയനീയമായ ഒരവസ്ഥ. നോക്കുക, നമ്മൾ വിശദമായിട്ട് സത്യത്തിൻ്റെ വിജ്ഞാനം ലഭിച്ച ശേഷം 26 മുതൽ വായിക്കേണ്ടതാണ്. മനഃപൂർവ്വം പാപം ചെയ്യുന്നു. നോക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുക. നമ്മൾ ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യുന്ന ഓരോ തെറ്റുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്ക് എത്ര കഠിനമായ ശിക്ഷാവിധി വരും. നോക്കുക, നമ്മൾ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പരീക്ഷിക്കരുത്. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. 5-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഷിക്കരുത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം, മാർക്ക് 3:29. അവിടെ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നോക്കുക, അപ്പം അതിന് മുമ്പിൽ അതിൻ്റെ 28-ാം വാക്യത്തിൽ മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ച് പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. എന്നാലുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നോക്കുക, ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്താണ്? അത് ക്ഷമ ലഭിക്കുക എന്നാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലാണ് ഈ പ്രവൃത്തികൾ ചെയ്തത്. എന്നാൽ അതിനെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇത് ബേൽസെബൂലിനെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ ദുഷിച്ചു. നോക്കുക പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ദൂഷണം ഒരിക്കലും ക്ഷമ കിട്ടാത്തതാണ്. കാരണം കർത്താവ് ചെയ്തതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയായിരുന്നു. അപ്പോൾ ക്ഷമ കിട്ടാത്തൊരു പാവമുണ്ടെങ്കിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിലല്ലായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും യഹൂദന്മാരൊക്കെ ഇവനിതെല്ലാം ബേൽസെബൂലിനെ കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിക്കുവാനിടയായിത്തീർന്നു. അതൊരിക്കലും ആ പാപത്തിന് ക്ഷമയില്ലെന്നാണ് ദൈവജനം പറയുന്നത്. കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ ഇന്ന് കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാത്മാവ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല, അങ്ങനെയൊരു കാര്യം നടക്കുന്നില്ല. പ്രാർത്ഥനയാൽ വിടുതൽ ലഭിക്കും, അത് വേറെ വിഷയം. എന്നാൽ ഞങ്ങൾക്ക് വീര്യ പ്രവർത്തികൾക്കുള്ള വരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിൻ്റെ ഘോഷണയൊക്കെ ചെയ്യുന്ന അനേക കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ പിന്നിൽ വെറും തട്ടിപ്പും വെട്ടിപ്പും മാത്രം. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ വചനം എടുത്ത് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, കള്ളപ്രവാചകന്മാർ. നമ്മൾ സൂക്ഷിക്കണം ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന വീണ്ടും ജനിച്ച വിശുദ്ധന്മാർ ആത്മാവിനെതിരെയുള്ള ഇങ്ങനെയുള്ള പാപങ്ങൾ വരാതെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാൻ പാടില്ല.
അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ്സിൽ പറയാം. കാരണം ഒരു വിശ്വാസിയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് നാളത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവിൽ ആയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹവും ലാഭവുമായി തീരട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ ദൈവഭയത്തോടും ഭക്തിയോടും ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ ദൈവപുത്രന്മാരെന്നുള്ള ആ പദവിയിൽ, കാരണം നമുക്കറിയാം റോമർ 8:14 പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഏവരും ദൈവപുത്രന്മാരാകുന്നു, റോമർ 8:14 അല്ലേ? അപ്പോൾ നമുക്കതെല്ലാം അറിയാം. അപ്പോൾ ആ നിലയിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ പരീക്ഷിക്കാതെ, അവനോട് വ്യാജം കാണിക്കാതെ, ആത്മാവിനോട് മറുത്തു നിൽക്കാതെ, ആത്മാവിനെ നിന്ദിക്കാതെ, ആത്മാവിനെ ദുഷിക്കാതെ, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് വചനം കേട്ട എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.